അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ല് വരും, അതമർത്തണം. പിന്നെ ഓൺന്നുള്ള ഓപ്ഷൻ വരും, അതമർത്തണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. കേക്കിനെ പറ്റി എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഒരു 3-4 കേക്ക് ഉണ്ടാക്കിനി, വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ടെടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി അരിച്ചെടുക്കാം. ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട അടിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഐസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുക്കാം. പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹൈ സ്പീഡിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിനെ ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. നല്ലോണം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഒരു കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ലൂസ്. ഇനി ഈ ബാറ്റർ ഒഴിക്കാനായിട്ട് ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിങ്ങനെ ബ്രഷ് കൊണ്ട് ഇതിലെടുത്താക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കാം.
ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചൂടായ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു 30-40 മിനിറ്റ് ആവും ഇത് വേക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പാൽ തയ്യാറാക്കി. ഷുഗർ സിറപ്പല്ല ഒഴിക്കുന്നത്, പാലാണ് ഒഴിക്കുന്നത്. 1 കപ്പ് പാലെടുത്തിന് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് കലക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേട് വെച്ച് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യും. ഇളം ചൂടുള്ള പാലാണ് ഇത് കലക്കിയെടുക്കുന്നത്. ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മേലെ ഇടാനായിട്ട് അണ്ടിപ്പരിപ്പും ബാദവും കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽട്ടായി വരട്ടെ. പഞ്ചസാര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബാദവും എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ കുറച്ച് 5 മിനിറ്റ് ഇളക്കിയാൽ മതി. ഇത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിനി ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ചൂട് തണിയുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കാം. സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തണിയും മുമ്പ് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഒഴിക്കാൻ പറ്റില്ല, കട്ട പോലെ വെക്കും. ഇതിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കും. ഇതിന് തണുക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് തണുക്കാൻ വെക്കാം. അങ്ങനെ നമ്മളെ കേക്ക് തണുത്തിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കും. 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കാരമൽ ചെയ്ത ഈ അണ്ടിപ്പരിപ്പും ബാദവും
തണുത്തിട്ട് ഞാനിങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇതിലെന്നോട് ബട്ടർ ചേർക്കാൻ മറന്നുപോയിട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. ഞാനിവിടെ ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തത്, അത് 1.5 കപ്പ് ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഐസ് ക്യൂബ്സിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ടെടുക്കാം. ഇത് ഇനി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇടാം. ഇതിൻ്റെ മേലെ നമ്മൾ ബൂസ്റ്റും പാലും കലക്കി വെച്ചത് അത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ചു. ഇനി ഇതിൻ്റെ മേലെ ക്രഷ് ചെയ്ത് വെച്ച ഇതിട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്. അത് ശരിയായിട്ടില്ല. ഇതിൻ്റെ മേലെ ഈ പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പും പോലെ ഇട്ടെടുക്കും.
ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലെല്ലാം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചോക്ലേറ്റ് ഗണാശ ഒഴിച്ച് കൊടുക്കാം. സൈഡിലെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഗണാശിൻ്റെ നടുക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിങ്ങനെ സ്പൂൺ കൊണ്ടായി കൊടുക്കുക. ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്ത് ഫ്ലവർ വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം കൊണ്ട് ഇനി ഇതിൻ്റെ മേലെ ഈ പൊടിച്ച് വെച്ച ബാക്കി അണ്ടിപ്പരിപ്പും ബദാമും അതിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് അടിയിലിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്.